ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ മിൽക്ക് കേക്ക് ആയാലോ? ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ മാവ്, 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്രയും ഒരു അരിപ്പിലേക്ക് ഇട്ട് 3 തവണ നന്നായി അരിച്ചെടുക്കുക. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. വേറൊരു പാത്രത്തിലേക്ക് 1 മുട്ട, 1/4 ടീസ്പൂൺ വാനില എസൻസ് ഇതൊഴിച്ച് മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ബീറ്റായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ബീറ്റർ ഓഫ് ചെയ്യാം. മുട്ടയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുക. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ചിൻ്റെ കേക്ക് ടീനിലേക്ക് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് അതിന് മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് കേക്കിലേക്ക് വേണ്ടിയുള്ള മിൽക്ക് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/4 കപ്പ് പാല്, 1
1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് മുഴുവനായി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി കേക്കിന് മുകളിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ച് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ക്രീമൊക്കെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. കേക്കിന് മുകളിലേക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്ലവർ നോസിൽ കൊണ്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അവസാനമായി ഇതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.